പാലേജ് ബിസ്ക്കറ്റിൻ്റെ ഒരു കേക്കാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് കേക്കാവോ ഇല്ലയോ എന്ന് നമുക്ക് അവസാനം വരെ കണ്ടറിയാം. കാരണം എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല, ഞാനാണ് ഉണ്ടാക്കുന്ന ആൾ. വളരെ സങ്കടത്തോടും സന്തോഷം കൊണ്ടും ഞാൻ ഉണ്ടാക്കുന്നതാണ്. കാരണം ഇതൊരു പാലേജ് ബിസ്ക്കറ്റിൻ്റെ ജീവിതം കൊണ്ട് കളിക്കുന്നതാണ്. പിന്നെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കേക്കും കഴിക്കാമല്ലോ. അങ്ങനെ നമ്മൾ പാലേജ് ബിസ്ക്കറ്റ് നമ്മൾ ഇതേപോലെ കുഞ്ഞായിട്ടും നുറുക്കിയിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കും. നമ്മൾ ഈ പാലൊഴിക്കുന്നതിന് മുമ്പ് നല്ലപോലെ സീവ് ചെയ്തെടുക്കണമായിരുന്നു കേട്ടോ. എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാനൊക്കെ കൂടി അങ്ങോട്ട് ബൗളിലോട്ട് അങ്ങോട്ട് തട്ടി. അത് കാരണം ബ്ലെൻഡ് ആവാതെ കിടക്കുന്ന ഈ പാലേജ് ബിസ്ക്കറ്റിന് തരികളൊക്കെ ഉണ്ടാവും. അത് അതിൻ്റെ ഒപ്പം മിക്സ് ചെയ്യേണ്ടി വന്നു എനിക്ക്. അത് നമ്മളെ കേക്കിനെ ഡിസ്റ്റർബ് ചെയ്യും, എന്നാലും സാരമില്ല. അങ്ങനെ ഞാൻ അധികം ഈസ്റ്റ് പൊടി എടുത്തിട്ടു. കാരണം ബേക്കിംഗ് സോഡ ഇവിടെ ഉണ്ടായില്ല. അതുകൊണ്ട് എൻ്റെ ഉമ്മച്ചി എനിക്ക് ഈസ്റ്റ് എടുത്ത് തന്നു. ഞാൻ അതങ്ങോട്ട് എടുത്ത് കൂട്ടി. കേക്കിൻ്റെ വടക്കും തെക്കും മൂലം അറിയാത്തവരാണല്ലോ പഠിച്ചവനെ കേക്ക് ഉണ്ടാക്കാൻ നിൽക്കുന്നത്, എസ്പെഷ്യലി മീ. എന്തായാലും നമ്മൾ വിചാരിച്ച കൺസിസ്റ്റൻസിയിലൊക്കെ വരുന്നുണ്ട്. അത് കണ്ടപ്പോൾ മനസ്സിലൊരു ആശ്വാസം, ഇതെങ്കിലും ഒന്ന് ശരിയായി കിട്ടുന്നു. എന്തൊക്കെ ചെയ്തിട്ടാണേലും കേക്ക് മുഖ്യമെങ്കിലേ നമുക്ക് കേക്ക് കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ അവിടെ ഇവിടെ തപ്പിപ്പിടിച്ച് കയറി നമുക്കൊരു കണ്ടെയ്നർ കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബട്ടർ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് ഈ ബാറ്റർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. ഈ ബാറ്റർ കണ്ടെയ്നറിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ ബ്ലെൻഡ് ആവാതെ കിടക്കുന്ന പാലേജ് ബിസ്ക്കറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ടൈമിലാണ് എനിക്ക് മനസ്സിലായത് ഇത് നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കണമായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മളിത് കുക്കറിലോട്ട് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കിയിരുന്നു കേട്ടോ. എനിക്ക് കുക്കിങ്ങിനോടൊക്കെ നല്ല താല്പര്യമാണ്. പക്ഷെ ഞാൻ എന്ത് കുക്ക് ചെയ്യുന്നുണ്ടും അതൊക്കെ ചീറ്റിപ്പോലാണ് പതിവ്. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയാണ് കുക്ക് ചെയ്യുമ്പോൾ. കുക്കറിലോട്ട് വെച്ച് ഞാനൊന്ന് മാറി അരമണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ നമ്മൾ ആ കേക്ക് അട രൂപത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് കുക്കറിൽ വെച്ച പ്രോബ്ലം ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ ചെമ്പിലോട്ട് അങ്ങോട്ട് ഇറക്കി വെച്ച് തലകുത്തി മറിഞ്ഞിട്ടാണെങ്കിലും കേക്ക് റെഡി ആവണേ എന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ചെമ്പിൻ്റെ മൂടി ഒന്ന് തുറന്നു നോക്കി. വീണ്ടും ഒരു അരമണിക്കൂർ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ തുറന്നു നോക്കിയത്. ഇതിങ്ങനെ വരുള്ളൂ എന്ന് എനിക്ക് ആദ്യമേ അറിയായിരുന്നു. ഇതൊരു നടക്കി പോണ ലക്ഷണമില്ല. രണ്ടും കൽപ്പിച്ച് ഞാനതങ്ങോട്ട് ഒരു പ്ലേറ്റിലോട്ട് കമത്തി കൊട്ടി തുടങ്ങി. ഇത് വിട്ടു വരണ്ടേ, ഇത്രയ്ക്ക് ഡിമാൻഡൊന്നും പാടില്ല, എന്തെങ്കിലും കൊളായി കിടക്കല്ലേ. ഞാൻ കൊട്ടി കൊട്ടി കഷ്ടപ്പെടാനായിട്ട് ഉമ്മച്ചി വന്ന പാത്രം അങ്ങോട്ട് പൊക്കി തന്ന്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ പണി. എന്താ അവൻ്റെ ഒരു ലുക്ക്, പൊട്ടി പാളിസായി കിടക്കാന്ന് ആരെങ്കിലും പറയോ? എന്തൊരു ഡിസിപ്ലിൻ, ഒരു യുദ്ധം കഴിഞ്ഞ അന്തരീക്ഷം പോലെയുണ്ട്. കേക്ക് ഏതായാലും കൊള്ളായി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കുറെ ഫോർക്കൊണ്ട് കുത്തി കുത്തി ഉണ്ടാക്കിയ തുളകളാണ് ഒരു സാറ്റിസ്ഫാക്ഷൻ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ കാണാം.